ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഒരു ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടില്ലേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ? ഗോതമ്പോ മൈദയോ ഒന്നും ഉപയോഗിക്കാതെ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് തന്നെ ഇത് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു മിക്സിംഗ് ബൗളിലേക്ക് 1/2 കപ്പ് കടലമാവ് നമുക്ക് ചേർക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞതും അതുപോലെ ഒരു തക്കാളിയുടെ പകുതി ചെറുതായി അരിഞ്ഞതും കൂടാതെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും കൂടി ചേർത്ത് നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ടിട്ടുണ്ട്. ഇതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് നമുക്കൊരു കട്ടിയുള്ള ബാറ്ററാക്കി മാറ്റി തയ്യാറാക്കിയെടുക്കാം. അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് എള്ളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഈ ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഒരു ദോശക്കല്ലോ അല്ലെങ്കിൽ ഒരു നോൺ സ്റ്റിക്ക് പാനോ ചൂടാക്കി അല്പം എണ്ണ പുരട്ടി കൊടുത്ത് നമുക്ക് തയ്യാറാക്കിയ ബാറ്റർ ഒഴിച്ച് സാവധാനം പരത്തി കൊടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കാരണം കടലപ്പൊടി ആയതുകൊണ്ട് തന്നെ ഇതിനൊരു റോ ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക വെന്തിട്ടില്ലെങ്കിൽ. അതുകൊണ്ട് നല്ലോണം ഒന്ന് സ്ലോ ആയിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ ഒരു വശം ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ വേവിച്ചെടുത്തതിന് ശേഷം മറിച്ചിട്ട് മറുവശവും നന്നായി വേവിച്ചാൽ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഈ ഗ്ലൂട്ടൻ ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ പുതിന ചട്നിയോ അല്ലെങ്കിൽ തേങ്ങാ ചട്നിയോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസിനോടൊപ്പം കൂടിയിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും മസ്റ്റായും ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കല്ലേ. കൂടാതെ ഇതുപോലത്തെ പുതിയ റെസിപ്പിക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ.